എന്തായിരുന്നു ട്രൂ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? What is meant by true positive? True positive എന്ന് വെച്ചാൽ എന്താ? ട്രൂ ആണ്, സംഭവം പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. ട്രൂ, ബോത്ത് ആർ പോസിറ്റീവ്, കറക്റ്റ്. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന, നമ്മൾ പറയുവാണ് ദ ഒബ്ജക്റ്റ് ഓർ ടി ജെ, ദ ക്ലാസ്, ദ ഒബ്ജക്റ്റ് ടി ഐ is predicted to be in class CJ. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് is truly we are classifying to that particular class and originally it is belonging to that class itself. നമ്മൾ ടി ഐ ഇങ്ങനെയാണ് പറയാതിൻ്റെ ഡെഫിനേഷൻ. ടി ഐ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ടി പി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ട്രൂ പോസിറ്റീവിനെ നമ്മൾ ടി പി എന്ന് കോൾ ചെയ്യുന്നു. ദ ഒബ്ജക്റ്റ് ടി ഐ ഇസ് present, ti is predicted to be in class J and it is actually present in that class, right? And if it is false positive means what? What is the word meaning of false positive? false എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ false positive എന്ന് വെച്ച് കഴിഞ്ഞാൽ false means once ti is predicted to be in CJ but not actually in it. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സി ജെയിലാണ്, പക്ഷെ ആക്ച്വലി അതിലല്ല ബിലോങ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അതിനെ നമ്മളൊരു ഫോൾസ് പോസിറ്റീവ്. ഇനി ട്രൂ നെഗറ്റീവ് ആണെങ്കിലോ, ആദ്യത്തത് ഇറ്റ് ഈസ് നോട്ട് പ്രെഡിക്റ്റഡ് ടു ബി ഇൻ സി ജെ. ഓക്കെ, അപ്പൊ ടി പി, ടി എഫ് പി, ടി എൻ, എഫ് എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ വേർഡിങ്സ് ഇങ്ങനെയാണ് വരിക. ഇപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ ട്രൂ പോസിറ്റീവ് നമ്മൾ ട്രൂ പോസിറ്റീവിന് ടി പി, ഫോൾസ് പോസിറ്റീവിന് എഫ് പി, ട്രൂ നെഗറ്റീവിന് ടി എൻ, ഫോൾസ് നെഗറ്റീവിന് എഫ് എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ വേർഡ് ട്രൂ അല്ലേ? ട്രൂ, ദെൻ പോസിറ്റീവ് എന്നല്ലേ? ട്രൂ പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഇതിന്റെ മീനിങ് പോസിറ്റീവ് ആണ് പ്രഡിക്ഷൻ. അതായത് വി ആർ പ്രെഡിക്റ്റിംഗ് ടി ഐ ടു ബി ഇൻ ക്ലാസ് സി ജെ. ഇതാണെങ്കിലോ അത് ഈ പി ആണ് നോക്കേണ്ടത്. പി പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് പ്രഡിക്ഷൻ, പ്രഡിക്ഷൻ പോസിറ്റീവ്, പി പി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ടി പിയിലുള്ള ഈ പി എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ഇത് പ്രഡിക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ട്രൂ പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രഡിക്റ്റിംഗ് ടു ബി ഇൻ ക്ലാസ് സി ജെ ആൻഡ് ആക്ച്വലി ഇൻ ഇറ്റ്. ഇനി ഫോൾസ് പോസിറ്റീവ് ആണെങ്കിലോ പ്രഡിക്റ്റിംഗ് ടു ബി ഇൻ ക്ലാസ് സി ജെ ബട്ട് നോട്ട് പ്രസന്റ് ഇൻ ഇറ്റ്. ഇനി ടി എൻ ആൻഡ് എഫ് എൻ എന്ന് വെച്ചാലോ നെഗറ്റീവ് ആണ്, അതായത് പ്രഡിക്ഷൻ റോങ് ആണ്. അതായത് ടി ഐ ഇസ് നോട്ട് predicted to be in class CJ and not actually in it. And false ആണെങ്കിലോ ti is not in CJ but actually in it. Did you got the concept? മനസ്സിലായോ പറഞ്ഞത്? ആ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ടി ഐ, ടി പി, ടി ജെ, എഫ് പി ആൻഡ് എഫ് എൻ. അശ്വിൻ ടി. അശ്വിൻ കേൾക്കുന്നില്ലടാ? നീ കുറേ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ? കുറേ അധികം അശ്വിൻ പി ഇവിടെ കാണിക്കുന്നു. ഉണ്ടാ? നോ ഫോൺ പ്രോബ്ലം. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒരു ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു ഡൗട്ട് ഇല്ലല്ലോ ആ കൺസെപ്റ്റിൽ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പ്രഡിക്ഷൻസ് പറഞ്ഞു. സെക്കൻഡ് ടോപ്പിക്കായി ഇഷ്യൂസ് ഇൻ ക്ലാസിഫിക്കേഷൻ, പ്രഡിക്ഷൻ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ഇഷ്യൂസ് ഇൻ പ്രഡിക്ഷൻ പറയുന്ന കേസിലാണ് എന്ത് വരിക? നമ്മൾ വി ആർ കൺസിഡറിങ് ദ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്, ഇത്രയും കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ടേം ആണ് ഓർത്ത് വെക്കേണ്ടത്. പി ആൻഡ് എൻ. ടി പിയിൽ പി പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രെഡിക്റ്റഡ് ടു ബി ഇൻ ക്ലാസ് സി ജെ. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് പ്രെഡിക്റ്റഡ് ടു ബി ഇൻ ക്ലാസ് ടി. അത്ര ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ അനുസരിച്ചിട്ട് ആക്ച്വലി പ്രസന്റ് ഇൻ, ആക്ച്വലി നോട്ട് പ്രസന്റ് ഇൻ ഇറ്റ്, അങ്ങനെ വരും.
Okay. ശരി. So we'll move on to the next one. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഡിസിഷൻ ട്രീ. അപ്പോൾ ഡിസിഷൻ ട്രീ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഡിസിഷൻ ട്രീ എന്ന് കേട്ടിട്ടുണ്ടോ? സാധാരണയായിട്ട് നമ്മൾ ട്രീ എന്ന് വെച്ചാൽ എന്താ? നോർമലി ഡാറ്റ സ്ട്രക്ചറിൽ ട്രീ, വാട്ട് ഇസ് മീൻ ബൈ വേർഡ് മീനിങ് ട്രീ? നമ്മളെങ്ങനെ ട്രീ വരയ്ക്കുക? ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റൂട്ട് നോഡ് വിൽ ബി ദെയർ ആൻഡ് ദെയർ ആർ ഹാവിങ് സം ചിൽഡ്രൻ നോഡ്സ്, റൈറ്റ്? നമ്മൾ ഇപ്പോൾ ഡിസിഷൻ ട്രീ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഓർമ്മയുണ്ടാവും, സാധാരണയായിട്ട് റൂട്ട് നോഡ് ഉണ്ടാവും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത ചൈൽഡിലേക്ക് വരും, അങ്ങനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ശരിക്കും ഒരു ഹയറാർക്കിക്കൽ മാനറിലാണ് നമ്മൾ ട്രീനെ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ മൈനിങ്ങിൽ ഇസ് ഹാവിങ് വെരി ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ്. So a decision tree means is the learning of decision tree from class labeled training attribute. It is a flowchart like tree structure. Here, each internal node denotes a test on the attribute, and branch decides outcome of the test, and leaf node to hold the class label. അങ്ങനെയാണ് പൊതുവെ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ ഒരു ട്രീയിൽ, ഒരു ട്രീ എന്ന് വെച്ചാൽ ഫ്ലോ ചാർട്ട് ലൈക്ക് ട്രീ സ്ട്രക്ചർ ആണ്. അതിലെ ഇന്റേണൽ നോഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ഇന്റേണൽ നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ് ദ ഔട്ട്കം, ആൻഡ് ലീഫ് നോഡ് റെപ്രസെന്റ്സ് ദ ക്ലാസ് ലേബിൾ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ പറയുവാണ്, ഒരു പെർട്ടിക്കുലർ ഒരു നോർമൽ കേസ് സിനാരിയോ പറയുകയാണ് ഞാൻ. സം ഫിനാൻഷ്യൽ കമ്പനി, ദേ ആർ ലെൻഡിങ് സം ലോൺസ്. ഓക്കെ, if they are providing some loans to their customers and they are checking which age group they are belonging to, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ലോൺ റിക്വസ്റ്റ് ചെയ്യുന്നതെന്നാണ് ശരിക്കും നോക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിപ്പം പറയുവാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ആൾക്കാരാണ് ലോണിന് റിക്വസ്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, റൈറ്റ്? അപ്പോൾ തന്നിരിക്കുകയാണ്, ദേ ആർ കൺസിഡറിങ് സം ഏജ് ഗ്രൂപ്പ്. ഇപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം നോക്കുകയാണ്, ഏജ് ഗ്രൂപ്പ് 15-നും 30-ക്കും 30 എബോവും 30 ബിലോ ആണോ എന്ന് നോക്കുകയാണ്. 30 എബോവിൽ ഉള്ള ആൾക്കാർ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ലോൺ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര ആൾക്കാർ ലോൺ റിക്വസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതേപോലെ അതിൽ എത്ര ആൾക്കാർ അതിൽ സ്റ്റുഡൻസ് ആണ്, എത്ര ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ട്രീ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ട്രീ ബിൽഡിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അതേപോലെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, ഡിസിഷൻ ട്രീ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കാൻ കാണില്ലേ, ഞാൻ പറയാണ്, വി ആർ കൺസിഡറിങ് സം പേഴ്സൺ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുവാണ്, ഇഫ് ദേ ആർ ഹാവിങ് ബിലോ 20, ഏജ് ബിലോ 20 ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നു, ഓർ ഏജസ് ബിറ്റ്വീൻ 20 to 50 ആണോ, ഓർ പേഴ്സൺ ഇസ് ഹാവിങ് എബോവ് 50 ആണോ എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കമ്പനി അവരുടെ അനാലിസിസ് ചെയ്യണം. ബിലോ 20 എന്ന് പറയുന്നത് ഓൺലി 2% പീപ്പിൾസ് ആർ ടേക്കിംഗ് ലോൺ. ഇനി ഈ 20 to 50 നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാണ്, ഇഫ് ദേ ആർ അൺമാരീഡ് ആണോ മാരീഡ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ. ഈ അൺമാരീഡിലാണെങ്കിൽ ഓൺലി 10 പീപ്പിൾസ് ആർ ടേക്കിംഗ് ലോൺ. മാരീഡിലാണെങ്കിൽ നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാണ്, ഹാവിങ് കിഡ്സ്, അത് ഞാൻ HD എന്നായിരുന്നു, ഹാവിങ് കിഡ്സ് HK, ഹാവിങ് കിഡ്സ്, നോട്ട് ഹാവിങ് കിഡ്സ്. ഇതിൽ 40% ആൾക്കാർ ലോൺ എടുക്കുന്നു, ഇതിൽ 70% ആൾക്കാർ ലോൺ എടുക്കുന്നു, റൈറ്റ്? ഇനിയുള്ളതോ ഗ്രേറ്റർ ദാൻ 50 ഉള്ള ആൾക്കാരിൽ 5% ലോൺ എടുക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ട്രീ, നിങ്ങൾക്ക് ഈ ട്രീ ഞാൻ വരച്ചിരിക്കുന്ന ട്രീ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേടാ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഓക്കെ, ശരി. അപ്പോ ഈ തന്നിരിക്കുന്നതിൽ ഈ ലിസ്റ്റില് if persons are requesting for loan, they are checking how many
percentage of peoples are requesting for loan? If the age group is 20, only 2%. 20 to 50 ആണെങ്കിൽ we are considering again next classification if they are having unmarried or married. If they are married, again we are considering having kids or not having kids or not. That means we are following a set of hierarchical procedure. അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കുറേ അധികം ക്ലാസ്സസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ഇതിലേക്ക് വരുന്ന സമയത്ത് 2% പീപ്പിൾ ടേക്കിംഗ് ലോൺ എസ് ആണ്, അതർ പീപ്പിൾസ് ആർ ടേക്കിംഗ് ലോൺ നോ ആണ്. മീൻസ് ഇപ്പൊ ഇവിടുന്ന് ഓരോ ക്ലാസ്സസും നമ്മൾ ഒരു ഫൈനൽ കാറ്റഗറി, ഒരു ഫൈനൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടായ എസ് ഓർ നോയിലേക്ക് മാപ്പ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഒരു ഡിസിഷൻ ട്രീ വരക്കുക. അപ്പൊ ഡിസിഷൻ ട്രീയിലുള്ള ഇന്റേണൽ നോഡ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ടെസ്റ്റ് ഓൺ ദ ആട്രിബ്യൂട്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇത് 20 എന്ന് പറയുന്ന ഇന്റേണൽ ആട്രിബ്യൂട്ട് അല്ലേ, നമ്മൾ ചെക്ക് ചെയ്യാണ് ഏജ് ബിലോ 20 ആണോ, ദാറ്റ് ഇസ് എ ടെസ്റ്റ്. ഓർ ഐ ആം ചെക്കിംഗ് ഏജസ് ബിറ്റ്വീൻ 20 and 50 ആണോ, ഓർ ഏജസ് അബവ് 50 ആണോ. ദാറ്റ് മീൻസ് ഇന്റേണൽ നോഡ്സ് റെപ്രസെന്റിങ് ടെസ്റ്റ് ഓൺ ദ ആട്രിബ്യൂട്ട് ആൻഡ് വാട്ട് ദ ബ്രാഞ്ച് വിൽ ഡു. ഇവിടെ ബ്രാഞ്ച് ഏതാ? ദിസ് ഇസ് ദ ബ്രാഞ്ച്, ദിസ് ഇസ് ദ ഔട്ട്കം. ആൻഡ് വാട്ട് ദ ലീഫ് നോഡ്? ഇവിടെ ലീഫ് നോഡ് ഏതാ? എസ് എൻ ഒ. ദിസ് ലീഫ് നോഡ് ഹോൾഡ് ദ ക്ലാസ് ലേബൽ. ഇവിടെ ക്ലാസ് ലേബൽ ഏതാ? ടേക്സ് ലോൺ എസ് ആണ് ഫസ്റ്റ് ക്ലാസ് ലേബൽ, ടേക്സ് ലോൺ നോ ആണ് സെക്കൻഡ് ക്ലാസ് ലേബൽ. അപ്പോൾ എസ് ഓർ നോ എന്നുള്ളതാണ് രണ്ട് ടൈപ്പ് ക്ലാസ് ലേബേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ എന്താ പറയാ? ഡിസിഷൻ ട്രീ എന്ന് പറയാം. So coming back to the slide. So in decision tree is a learning of decision tree from class labeled training tuples. Here decision tree will prepare a flowchart like tree structure. Here each internal node denotes a test on the attribute. ഇത് എപ്പോഴും ഓർത്ത് വെക്കണേ, ഇന്റേണൽ നോഡിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുക ടെസ്റ്റ് ആണ്. ഇനി അതിന്റെ ബ്രാഞ്ചിൽ എന്താ ഉണ്ടാവുക? ഔട്ട്കം ഓഫ് ദ ടെസ്റ്റ്. ആൻഡ് ലീഫ് നോഡ് വിൽ ഗിവ് യു ദ ക്ലാസ് ലേബൽ. അതായത് ബൈസ് കമ്പ്യൂട്ടറൈസ് ആണോ നോ ആണോ എന്നുള്ള രീതിയിൽ. So now we will consider another example. See this. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇവിടെ പോലെ നിങ്ങൾക്കൊരു ടേബിൾ കാണുന്നില്ലേ? ഇവിടെ ടേബിൾ കാണുന്നില്ലേ അഭിലാഷേ? ടോപ്പിലുള്ള ടേബിൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ സ്ലൈഡിലുള്ള? അവിടെ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഉള്ളത് നോക്കിയേ. ഓക്കെ, ഏതൊക്കെയാണ് അതിൽ? ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, ഏജ്, ഇൻകം, സ്റ്റുഡൻറ്, ക്രെഡിറ്റ് റേറ്റിംഗ്. റൈറ്റ്, ഇത്രയല്ലേ ഉള്ളത്? ഏജ്, ഇൻകം, സ്റ്റുഡൻറ്, ക്രെഡിറ്റ് റേറ്റിംഗ്. നമ്മളതിൻ്റെ ഫൈനൽ ക്ലാസ്സിലേക്ക് ഏതിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ ബൈ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ബൈസ് കമ്പ്യൂട്ടറൈസ് ആൻഡ് ബൈസ് കമ്പ്യൂട്ടർ നോ. ഇത് രണ്ടുമാണ് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. Now we will see what is happening here. So ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം എടുക്കുന്നത് ഇപ്പം തന്നിരിക്കുന്നതിൽ കുറേ അധികം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉള്ളത്? ഏജ് ഒരു ആട്രിബ്യൂട്ട് ആണ്, അതുപോലെ ഇൻകം ഒന്നാണ്, സ്റ്റുഡൻറ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഇത്രയും തിങ്സ് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ നോക്കി, ഞാൻ ആദ്യം ട്രീ വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ റൂട്ടായിട്ട് ഏതിനെ സെലക്ട് ചെയ്തത്? ഐ എം സെലക്ടിങ് ദ ഏജ്. ആൻഡ് ഫ്രം ദ ഏജ് ഇസ് ഹാവിംഗ് ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ലൈക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30, ബിറ്റ്വീൻ 30 and 40, ലെസ് ദാൻ 40. ലെസ് ദാൻ 30, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിൽ ഐ എം കൺസിഡറിങ് വെദർ ദേ ആർ സ്റ്റുഡൻസ്. അഗെയിൻ നെക്സ്റ്റ് ചെക്ക് ആയി, സ്റ്റുഡൻറ് കാറ്റഗറി ആണോ. ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ ഐ കൺസിഡർ ഇൻകം, ക്രെഡിറ്റ് റേറ്റിംഗ്. റൈറ്റ്, ഇനിയോ സ്റ്റുഡൻറ് എസ് ആണെങ്കിൽ, സ്റ്റുഡൻറ് എസ്സിലുള്ള കേസിൽ എത്ര ആൾക്കാർ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നില്ല ഉണ്ടല്ലേ? തന്നിരിക്കുന്നതിൽ നമുക്കിപ്പം തന്നിരിക്കുന്ന ഏജ്, അതിൽ നോക്കിയ ഏജ് കാറ്റഗറിയിൽ നമ്മൾ ലെസ് ദാൻ 30, ബിറ്റ്വീൻ 30 and 40, ഗ്രേറ്റർ ദാൻ 30. ഇനി അതിലടുത്ത ക്ലാസിഫൈ ചെയ്യുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ യെസ്, സ്റ്റുഡൻറ് എസ് ആണെങ്കിൽ ബൈസ് കമ്പ്യൂട്ടർ എസ് ആണ്, സ്റ്റുഡൻറ് നോ ആണെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയാണ് വി ആർ പ്രിപ്പയറിങ് എ ഡിസിഷൻ ട്രീ. റൈറ്റ്, വി ആർ പ്രിപ്പയറിങ് എ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ടേബിളിന്റെ ഡാറ്റയാണ്. ആ ടേബിൾ ഡാറ്റ നമുക്ക് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്?
ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? അല്ലേടാ, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ അല്ലേ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്? അപ്പോ നോർമലി ഡിസിഷൻ ട്രീയിൽ വിൽ കൺസിഡർ this attribute and branches will represent the test on the attribute and leaf node will give you the final output. Okay, class label. ഇനി ഈ ഇതിൽ തന്നെ നമുക്ക് ട്രെയിനിങ് ഡാറ്റ ഉണ്ടാവുമല്ലോ, കുറേയധികം ട്രെയിനിങ് ഡാറ്റ ഉണ്ടാവില്ലേ? നമ്മൾ അതിന് എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ട്രെയിനിങ് ഡാറ്റനെ ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടത്? ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾ, ഈ തന്നിരിക്കുന്ന ടേബിളിൽ തന്നിരിക്കുന്ന ട്രെയിനിങ് ഡാറ്റ എങ്ങനെയാ? ഏജ്, ഇൻകം, സ്റ്റുഡൻറ്, ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ കുറേ അധികം ക്ലാസ്സസ് തന്നിട്ടുണ്ട്. നമ്മളതിനെ ഏത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ഞാനിപ്പോൾ റൂട്ടായിട്ട് എടുത്തിരിക്കുന്ന ഏജ് ആണ്. അപ്പോൾ ഏജ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ വി ഹാവ് ടു കൺസിഡർ ദ പാർട്ടീഷനിങ് സിനാരിയോസ്. യു ഹാവ് ടു കൺസിഡർ ദ പാർട്ടീഷനിങ് സിനാരിയോസ്. എന്തൊക്കെയാണ് പാർട്ടീഷനിങ് സിനാരിയോസ് എന്ന് പറയുന്നത്? അപ്പോൾ പാർട്ടീഷനിങ് സിനാരിയോസിൽ യു ഹാവ് ടു കൺസിഡർ തന്നിരിക്കുന്ന വാല്യൂസ് ഡിസ്ക്രീറ്റ് ആണോ ആദ്യം ചെക്ക് ചെയ്യണം. അതായത് ഐ എം കൺസിഡറിങ് ദ ആട്രിബ്യൂട്ട് എ ഈസ് ഡിസ്ക്രീറ്റ് വാല്യൂഡ് ആണോ ചെക്ക് ചെയ്യും. ഡിസ്ക്രീറ്റ് വാല്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നിരിക്കുന്നു ഒരു ആട്രിബ്യൂട്ട് എ. എ വിൽ ടേക്ക് ദ വാല്യൂസ് ഐദർ A1, A2 എക്സെട്ര AN. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കളർ പറയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? റെഡ്, ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡിസ്ക്രീറ്റ് വാല്യൂഡ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഞാനിപ്പോൾ ഇൻകം എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇൻകത്തിൻ്റെ കേസിലാണെങ്കിൽ ഹൈ ഇൻകം ആണോ, ലോ, മീഡിയം, ദീസ് ഓൾ ആർ ലൈക്ക് ഡിസ്ക്രീറ്റ് വാല്യൂഡ്. ഇനി അടുത്തത് എന്താ? രണ്ടാമത്തെ ടൈപ്പാണ് കണ്ടിന്യൂസ് വാല്യൂഡ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് വാല്യൂഡ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഞാനിപ്പം എ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുക്കുകയാണ്. അതിൻ്റെ കണ്ടിന്യൂസ് വാല്യൂഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ, സ്പ്ലിറ്റ് പോയിന്റ് എന്ന് പറയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പ്ലിറ്റ് പോയിന്റ് ആണോ, ഓർ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സ്പ്ലിറ്റ് പോയിന്റ് ആണോ നോക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്ത് അതിൻ്റെ താഴെ അതിൻ്റെ മുകളിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 10 to 50 ആണെങ്കിൽ ഞാനൊരു 25 എന്ന് പറഞ്ഞ വാല്യൂ വെക്കുന്നു. ഇതാണ് എൻ്റെ സ്പ്ലിറ്റ് പോയിന്റ്. 10 to 25 വരെ ഒരു ക്ലാസ്സും ഗ്രേറ്റർ ദാൻ 25 തൊട്ട് 50 വരെ അടുത്ത ക്ലാസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വാല്യൂഡ് അല്ലേ? 10, 11, 12, 13, 14 എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് വാല്യൂഡ് അല്ലേ വരിക? അപ്പോൾ അതാണ് രണ്ടാമത്തെ ടൈപ്പ്, കണ്ടിന്യൂസ് വാല്യൂഡ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്താ? ഡിസ്ക്രീറ്റ് വാല്യൂഡ് ആൻഡ് എ ബൈനറി ട്രീ. മൂന്നാമത്തെ ടൈപ്പാണ് വാല്യൂ ഡിസ്ക്രീറ്റ് ആണ്, ഡിസ്ക്രീറ്റ് വാല്യൂഡ് ബൈനറി ട്രീ. ഡിസ്ക്രീറ്റ് വാല്യൂഡ് ആൻഡ് ബൈനറി ട്രീ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരിക? ബൈനറി എന്ന് വെച്ചാൽ ഏതൊക്കെ വാല്യൂസ് വരിക? 2 വാല്യൂസേ വരുള്ളൂ. അപ്പോൾ ഏതൊക്കെയായിരിക്കും? എസ് ഓർ നോ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. അതായത് ഞാൻ ചെക്ക് ചെയ്യാണ്, എ ബിലോങ്സ് ടു SA. either it belongs to the category yes or it belongs to the category no. അപ്പോൾ ഞാൻ അതായത് ഇപ്പം കളറിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കളർ റെഡ് ആണോ ഗ്രീൻ ആണോ ഞാൻ ചെക്ക് ചെയ്യണം. കളർ ബിലോങ്സ് ടു നമ്മുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ എടുത്തിട്ട് അത് റെഡിലും ഗ്രീനിലും പെടുവാണോ ചെക്ക് ചെയ്യാം. എസ് വരാം അല്ലെങ്കിൽ നോ വരാം. അപ്പോൾ അതാണ് ഈ ഡിസ്ക്രീറ്റ് വാല്യൂ ആൻഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. So we will consider the different attributes. നമ്മളിപ്പോൾ കുറേ വാല്യൂസ് കൊടുക്കും, അതിൽ നിന്ന് we have to find a splitting attribute and this attribute may be either discrete valued ആവാം, continuous valued ആവാം, അല്ലെങ്കിൽ discrete valued with binary tree ആയിരിക്കാം. ഓക്കെ ആണോ ഈ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വി ആർ ഡിസ്കസിങ് അബൌട്ട് ബൈനറി ട്രീ, ഡിസിഷൻ ട്രീ. സോ ഇൻ ഡിസിഷൻ ട്രീ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ എന്തിനാ ഡിസിഷൻ ട്രീ എന്ന് വിളിക്കുന്നത്? ഡിസിഷൻ ട്രീ ഇൻസ്ട്രക്ഷൻ
is the learning of decision trees from a class labeled training tuples. ഇവിടെ നമ്മൾ ഓരോ ക്ലാസ് ലേബൽ ഉണ്ടോ, ഐദർ എസ് ഓർ നോ എന്ന് പറയുന്ന ക്ലാസ് ലേബൽ ഉണ്ട്. And here in class labeled leaf internal node represent the test on the attribute and branch represent the outcome and leaf node holds the class label. This is the procedure. Now here in decision tree, while drawing the decision tree, you have to consider the attribute list and you have to consider the split point. So attributes may be either discrete valued ആവാം, continuous valued ആവാം, അല്ലെങ്കിൽ discrete valued with binary values ആവാം. ഇത്രയും ആവാം ക്ലാസ്സസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിസിഷൻ ട്രീ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ ട്രീ ഇസ് ആൻ ID3 അൽഗോരിതം എന്ന് പറയാം. ഡിസിഷൻ ട്രീ ഒരു ID3 അൽഗോരിതം ഇങ്ങനെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഗിവൺ എ ട്രെയിനിങ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ്, ദ അൽഗോരിതം ഫോർ ബിൽഡിംഗ് ഡിസിഷൻ ട്രീ പെർഫോം സെർച്ച് ഇൻ ദ സ്പേസ് ഓഫ് ഡിസിഷൻ ട്രീ. നമുക്ക് സാധാരണ ഒരു ടേബിൾ തരുക, എന്നുവെച്ചാൽ ആ ടേബിളിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് നോഡാണ് അവിടെ റൂട്ടായിട്ട് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടത്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ദി ട്രീസ് ടോപ്പ് ഡൗൺ. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഏത് പ്രൊസീജിയറാണ് വരിക, നമുക്ക് ആദ്യം ഏത് നോഡാണ് കിട്ടേണ്ടി വരിക ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പം? ടോപ്പ് ഡൗൺ പ്രൊസീജിയറിൽ ആദ്യം ഏത് നോഡാണ് വരിക? റൂട്ട്. എക്സാക്ട്ലി. അപ്പോൾ സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ റൂട്ട് നോഡ്. റൂട്ട് നോഡിന് താഴത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. സോ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ട്രീസ് top down and the algorithm we are using is greedy procedure. So the fundamental question is the attribute, which attribute should be tested next. നമ്മൾ ഏത് attribute കൺസിഡർ ചെയ്യണമെന്നാണ് ആദ്യത്തെ ഇതിൽ ഓരോ ടെസ്റ്റിലും വരിക. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ID3ന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഡിസിഷൻ ട്രീന്റെ പേരാണ് ID3 അൽഗോരിതം എന്ന് പറയാ. എന്തുകൊണ്ട് ഇതിന് ID3 എന്ന് പറയുന്നത് അറിയാമോ? ഐട്രേറ്റീവ് ഡൈക്കോട്ടോമൈസർ എന്നാണ് ശരിക്കും അതിന്റെ വേർഡ് വരുന്നത്. അതാണ് ഈ ID എന്ന് പറയുന്നത്. ഐട്രേറ്റീവ് ഡിക്ടോമൈസർ എന്നത്. കണ്ടല്ലേ? ആണ് ഇതിന് ID3 എന്ന പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ID3ന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ we have to consider or we have to choose a root node. നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യണം? കുറേ ആട്രിബ്യൂട്ട്സ് തന്നാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് റൂട്ട് നോഡായിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റൂട്ട് നോഡിനെ സെലക്ട് ചെയ്യുക? The attribute that best classify the training data, use this attribute at the root of the tree. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കുറേ അധികം മേജസ് കുറേ വാല്യൂസ് തന്നു ചോദിച്ചോ. 10, 25, 30, 36, 42, 18, 19, 91, 27, 23. അപ്പോൾ ഇത്രയും വാല്യൂസ് തന്നിട്ട് നിങ്ങളോട് ഒരു കോളേജ് ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം കോളേജ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഏത് ഏജിലുള്ള ആൾക്കാരായിരിക്കും? ബിലോ 30 എന്ന് പറയുന്ന ഏജിലുള്ള ആൾക്കാരായിരിക്കും കോളേജ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് കുറേ അധികം ആട്രിബ്യൂട്ട്സ് ഏജ് തന്നിട്ടുണ്ട്, പിന്നെ അവരുടെ ഏജ്, ക്രെഡിറ്റ് റേറ്റിംഗ്സ്, ഇൻകം, അങ്ങനെ കുറേ അധികം ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സ്റ്റുഡൻസിനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഏജ് എന്ന് പറഞ്ഞ കാറ്റഗറി എടുത്താൽ നമുക്ക് കറക്റ്റ് ക്ലാസിഫൈ ചെയ്ത് കിട്ടും സ്റ്റുഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്, അല്ലേ? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ബിലോ ദ ഏജ് ഓഫ് ലെസ് ദാൻ 30 ആയിരിക്കും, അല്ലേ? ഇനി ഗ്രേറ്റർ ദാൻ 30 ഉള്ളത് സ്റ്റുഡൻറ് കാറ്റഗറി നോയിൽ പെടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഐ എം ചൂസിങ് ദ റൂട്ട് നോഡ്. ദ ആട്രിബ്യൂട്ട് ദാറ്റ് ബെസ്റ്റ് ക്ലാസിഫൈ ദ ട്രെയിനിങ് ഡാറ്റ, use the attribute that node. So how we will choose this best attribute? നമ്മൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് ആട്രിബ്യൂട്ട് എങ്ങനെയാ ചൂസ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്നതിൽ കുറേ ആട്രിബ്യൂട്ട്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. We need a criterion, right? We have to see some criterion to follow that partitioning. നമ്മളിപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ
നമുക്ക് അതിന് ഏതെങ്കിലും വാല്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയൻ ഇല്ലാതെ നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുന്നില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടേബിളാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഡേ, ഔട്ട്ലുക്ക്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ്, ഡിസിഷൻ. ഈ തന്നിരിക്കുന്ന ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടേബിളാണ് തരിക. ഇത് നമ്മളോട് പറയും ഇതിന് കറസ്പോണ്ടിങ് ഡിസിഷൻ ട്രീ വരയ്ക്കാനാണ് പറയും. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? തന്നിരിക്കുന്നതില് ഒരാൾ പുറത്തു പോയിട്ട് കളിക്കണോ വേണ്ടിയോ എന്നാണ്. പ്ലേ ടെന്നീസ് എസ് ഓർ നോ എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ പുറത്തു പോയിട്ട് കളിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്തുള്ള വെതർ കാൽക്കുലസ്, വെതർ കൺസിഡർ ചെയ്യണം. അപ്പൊ ഏതൊക്കെ വെതർ അവിടെ ഉള്ളത്? സണ്ണി ഉണ്ട്, റെയിൻ ഉണ്ട്, ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് വെതർ: സണ്ണി, ഓവർകാസ്റ്റ്, റെയിൻ. അതുപോലെ ടെമ്പറേച്ചർ ക്ലാസിഫിക്കേഷൻ: ഹോട്ട് ഉണ്ട്, മൈൽഡ് ഉണ്ട്, കൂൾ ഉണ്ട്. 3 ക്ലാസ്സസ്. ഹ്യൂമിഡിറ്റി ആണെങ്കിലോ ഹ്യൂമിഡിറ്റി ഹൈ, നോർമൽ. വിൻഡ് ആണെങ്കിലോ വീക്ക്, സ്ട്രോങ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുവാണ് either we will go for playing, yes, or we will not go for play. Okay. അപ്പോൾ ഈ ടേബിൾ മനസ്സിലായില്ലേ? ഈ തന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നമുക്ക് ഏത് ഡിസിഷൻ ആണ്, ഇത് വെച്ചിട്ട് ഏതാണ് ഇതിന്റെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യാനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നല്ല നമുക്ക് ഇതിന്റെ ട്രീ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? വി ഹാവ് ടു കൺസിഡർ ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട്, റൈറ്റ്? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ സം മെഷേഴ്സ് യു ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കി നിങ്ങൾ. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളില് ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഇതിൽ നമ്മൾ റൂട്ടായിട്ട് സെലക്ട് ചെയ്തത് ഏതാ? റൂട്ട് ഏതാ ഇവിടെ? ഏത് ആട്രിബ്യൂട്ട് റൂട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഏജ് അല്ലേ? ഓക്കെ. ഏജ് റൂട്ടായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുന്ന സമയത്ത് ഏജിന് ഹയർ പ്രിഫറൻസ് വരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അവിടെ വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലേ? അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് വി വിൽ ഡു ഇസ് ലൈക്ക് വി വിൽ സ്റ്റാർട്ട് വിത്ത്, ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഡ്യൂറിങ് ദിസ് ഇനീഷ്യൽ പ്രോസസ് all the training examples are at the root. Okay, then attributes are categorical. If continuous valued, they are discrete we have to discretize it in advance. We have to make it categorical. അതായത് ഏതൊക്കെ? ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആണോ, ക്രെഡിറ്റ് റേറ്റിംഗ് കൺസിഡർ ചെയ്യുന്നു, ഏജ് കൺസിഡർ ചെയ്യുന്നത് പോലെ we have to make the attributes to be categorical. Then examples are partitioned recursively based on a selective attribute. അത് നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്നതിൽ നിന്ന് ഏജ് വെച്ചിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഒരു എക്സാമ്പിള് ഏജ് തന്നു, ഏജിന് 3 ഡിവിഷൻസ്. ആ 3 ഡിവിഷന് എഗെയിൻ ഡിവിഷൻസ് കാണുന്നില്ലേ? ഏതൊക്കെ ഇതിൽ എഗെയിൻ ഡിവിഷൻസ് വരുന്നത്? സ്റ്റുഡന്റ് ആണോ? യെസ്. ക്രെഡിറ്റ് റേറ്റിംഗ് എക്സലന്റ് ഓർ ഫെയർ ആണോ? അപ്പോൾ എഗെയിൻ വി ആർ ഡൂയിങ് ദ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതുപോലെ ഇവിടെയും while making the tree also examples are partitioned recursively based on selected attributes. Then what we will do? Test attributes are selected on the basis of heuristic or statistical measures. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് ടെസ്റ്റ് ആട്രിബ്യൂട്ട്സിനെ ഡിവൈഡ് ചെയ്യും. ഇവിടുന്ന് ഇവിടെ വരെ ഒരു ക്ലാസ്, ഇവിടുന്ന് ഇവിടെ വരെ അടുത്ത ക്ലാസ്. ഇപ്പൊ നമ്മൾ ഏജ് എടുക്കുവാണെങ്കിൽ എങ്ങനെയാ? ഏജ് ലെസ് ദാൻ 30 ഉള്ളത് സ്റ്റുഡൻസ് ആണ്, ഗ്രേറ്റർ ദാൻ 30 ഉള്ളത് നോട്ട് സ്റ്റുഡൻസ്, നോട്ട് ബിലോങ് ടു സ്റ്റുഡന്റ് കാറ്റഗറി. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ പാർട്ടീഷനിങ് ഏതുവരെ നടക്കും? കണ്ടീഷൻ ഫോർ സ്റ്റോപ്പിംഗ് പാർട്ടീഷൻ ഏതൊക്കെയാ? ഐദർ ഓൾ സാമ്പിൾസ് ഫോർ എ ഗിവൺ നോഡ് ബിലോങ് ടു ദ സെയിം ക്ലാസ്.
നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നോഡും ഒറ്റ ക്ലാസ്സിൽ തന്നെ വിടുവാണ്. ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റോപ്പ് ദർ. ഓർ ദർ ആർ നോ റിമൈനിങ് ആട്രിബ്യൂട്ട്സ് ടു ഫർദർ പാർട്ടീഷൻ. ദാറ്റ് മീൻസ് മെജോറിറ്റി വോട്ടിംഗ് ഈസ് എംപ്ലോയിഡ് ഫോർ ക്ലാസിഫൈങ് ദ ലീഫ്. ദർ ആർ നോ സാമ്പിൾസ് ലെഫ്റ്റ്. 3 കണ്ടീഷൻസ് കാരണമാണ് നമ്മൾ ഈ പാർട്ടീഷനിങ് സ്റ്റോപ്പ് ചെയ്യുക. ഒന്നുകിൽ എല്ലാ സാമ്പിൾസും സെയിം ക്ലാസ്സിൽ വന്ന് നിൽക്കുക, ഓർ ദർ ഈസ് നോ റിമൈനിങ് ആട്രിബ്യൂട്ട്സ് ടു ബി ഫർദർ പാർട്ടീഷൻ, ഓർ ദർ ഈസ് നോ സാമ്പിൾസ് എക്സിസ്റ്റിംഗ്. ഇനി ബാക്കി സാമ്പിൾ ഒന്നും ഇല്ല നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുക. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഇതിന്റെ അടുത്ത റൂട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം എഴുതിയ എക്സാമ്പിൾ ഇല്ലേ, ഇപ്പൊ ആദ്യം തന്നിരിക്കുന്നതിൽ എങ്ങനെ എക്സാമ്പിൾ ഏതൊക്കെയാ? Okay. Person, they are having age between 20 ആണോ 20 and 50 ആണോ? അപ്പൊ 20 നീട്ടിക്കഴിഞ്ഞാൽ 20 ആകെ 2% ആൾക്കാരുണ്ട്. ഞാൻ അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ബിറ്റ്വീൻ 20 and 50 ആണെങ്കിൽ ഞാൻ അഗൈൻ എന്ത് ചെയ്യുന്നു, അൺമാരീഡ് ആണോ മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നു. മാരീഡ് ആണെങ്കിൽ ഹാവിങ് കിഡ്സ് ആണോ നോട്ട് ഹാവിങ് കിഡ്സ് ആണോ. അതായത് തന്നിരിക്കുന്ന ഡാറ്റയില അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ ഡിവൈഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ലേബൽ ഐദർ എസ് ഓർ നോ എന്ന് പറഞ്ഞ ക്ലാസ് ലേബലിലേക്ക് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണ് പാർട്ടീഷനിങ് ചെയ്യുക. ഈ ഒരു പ്രൊസീജിയറാണ് ശരിക്കും ഡിസിഷൻ ട്രീയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആട്രിബ്യൂട്ടിനാണ് നമ്മൾ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റനെ ഏറ്റവും നന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയതിനെ നമ്മൾ അതിന്റെ റൂട്ടായിട്ട് സെലക്ട് ചെയ്യും. നമുക്ക് വേറെ ആട്രിബ്യൂട്ട് ഉണ്ടാവും, പക്ഷെ അത് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് ബെസ്റ്റ് ഡിവിഷൻ ആയിരിക്കണം എന്നില്ല, ബെസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏജിൽ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് കുറേ ആൾക്കാരുടെ ഏജ് ആണ്. നിങ്ങൾക്ക് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് ഒരു വെരി ഗുഡ് ഫാക്ടറാണ്. ഏജ് ലെസ് ദാൻ 30 ആണെങ്കിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആണ്, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ നോട്ട് ബിലോങ്സ് ടു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആണ്. അതുപോലെ ഓക്കെ ആണോ ഈ പറഞ്ഞത് വരെ? ഇനി ബാക്കി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ അവരെ തീർന്നില്ല അല്ലേ? ഇന്ന് പറഞ്ഞത് വരെ മനസ്സിലായോ? ഇപ്പം പറഞ്ഞ എടുത്തത് വരെ മനസ്സിലായോ? അനുശ്രീ, അൻസബ്, അശ്വതി, അതു സത്യപാൽ, ഫജർ, സർഗ, ഷബ്ന, സുബിൻ രാജ്, വിഷ്ണു, മനസ്സിലായോടാ? ഓക്കെ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. ഒരു കാൽക്കുലേറ്റർ കൈ കരുതണേ. ഇനി ഇതിന്റെ ഈ ഡിസിഷൻ ട്രീന്റെ പ്രോബ്ലം ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് വേണം ലോഗ് ടു ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. നിങ്ങൾ കാൽക്കുലേറ്റർ കൈ കരുതി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ stop here. Rest of the things will continue next class. Okay. Answer attendance please. Let me present ആണോ? അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതു സത്യപാൽ, ഫെബിന, ഫജർ, ജാസിം, മിഥിലാജ്, മൃദുല, മുഹമ്മദ് ജാസിൽ, റമീസ്, ശരത്, സർഗ, ഷബ്ന, സൗരഭ്, ശരത് ഇല്ലടാ, ശരത് ഉണ്ട്, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻരാജ്, വിഷ്ണു, ഓക്കെ, അമൃത, അശ്വതി, ദിതിന, ഹരിത. ഓക്കെ, ഹരിത, അമൽ സന്തോഷം. ഓക്കെ, എല്ലാവരും പ്രശ്നം അല്ലേ? അപ്പോൾ എടാ ഇന്നലത്തെ നിങ്ങളുടെ അസൈൻമെന്റ് ടെസ്റ്റ് ഞാൻ ഇന്നലെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കിയിട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണേ. 1 വീക്ക് ടൈം തന്നിട്ടുണ്ട്. ഓക്കെ.